ഇതെപ്പോഴാ വന്നേ? കൊറേ നേരടാ. ഫോട്ടോ നടത്തൊക്കെ ഉണ്ടല്ലേ? വേദന മാറണ്ടേ? എന്താണ് മിസ്റ്റർ സുബേട്ടൻ മുഖത്തൊരു വാട്ടം? ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്റെ മോനെ. പാതിരാത്രി ഒരുത്തി അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് നിലവിളിയും പറഞ്ഞു. അവിടെ പകലാന്ന് കരുതി ഇവിടെ രാത്രിയാണെന്നെങ്കിലും ഓർക്കണ്ടേ? ആ സിജോന്റെ അമ്മച്ചി അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുക. അവിടെ കൊച്ചുങ്ങളെ നോക്കാൻ ആരുമില്ലാന്ന്. അമ്മയോടൊന്ന് ചെല്ലാൻ പറഞ്ഞപ്പോ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അതെന്താന്നോ, അവൾക്കും ഭർത്താവിനും കൊച്ചുകളെ നോക്കാൻ ആളെ വേണമെങ്കിലേ ഇവിടുന്ന് അമ്മമാരെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോവല്ല വേണ്ടത്. അവനവന്റെ പിള്ളേരെ അവനവൻ നോക്കണം. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറയാമ്മ, അമ്മക്ക് അമേരിക്ക കാണണമെന്ന് ഇല്ല. ഇവൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഒരു അമേരിക്കയിലേക്കും പോടില്ല. അപ്പൊ അതാണ് പോയിന്റ്. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. എന്ത് പോയിന്റ്? എന്റെ പൊന്ന് ശുചിക്കുട്ട, രണ്ടാമതൊരു കല്യാണക്കാരും പറഞ്ഞ് ഇന്നേ വരെ നിന്നെ ഞങ്ങളാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അന്നിറങ്ങിപ്പോയ പെണ്ണില്ലേ, കെട്ടിയവൾക്ക് ഇപ്പൊ കണ്ടോ കൊച്ചായി. കൊച്ചായോ അവക്ക്? ഇരട്ടകള്, ഒരാണും ഒരു പെണ്ണും. ഈ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അടുത്തേക്ക് പോലും അമ്മ ഒന്ന് വന്ന് നിൽക്കാത്തത് നിന്നെ ഇവിടെ ഒറ്റക്കാക്കരുതെന്ന് കരുതിയിട്ടാ. എടാ, ഒരു പെണ്ണിങ്ങനെ ചെയ്തു എന്ന് കരുതി ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം മോശക്കാരാവില്ലല്ലോ. ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്നേ. നീ ഗൾഫിലുള്ള ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് കൃഷിയൊക്കെ തുടങ്ങിയപ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. അമ്മ ഇവന്റെ ഇഷ്ടമല്ലേ, അത് നടന്നോട്ടെ എന്ന് കരുതി. ഇതും അങ്ങനെ തന്നെയാ. നിന്റെ ഇഷ്ടമാണ് മുഖ്യം. എടാ, ഒരു കൂട്ടുള്ളത് നല്ലതാ. ഒന്ന് പറയുന്നത് കേക്ക്. ഓക്കെ അല്ലേ? സമ്മതിക്ക്. സാർ തെറി വിളിക്കില്ലേ? സാർ തെറി വിളിക്കില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആദ്യം. സാർ മര്യാദ പ്ലീസ്. സാർ, അതായത് ഇവിടുത്തെ എല്ലാ വൻകിട മാട്രിമോണി ഗ്രൂപ്പുകളും ജാതി മത അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ലവ്ലി കപ്പിൾ മാട്രിമോണി തികച്ചും മതേതരമായ ഒരു മാട്രിമോണിയാണ്. സാർ, ഞങ്ങൾക്ക് മനുഷ്യരാണെന്നുള്ള ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. സാർ, ഞാൻ സാറിന്റെ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്കൊരു പെൺകുട്ടിയുമായി ജീവിക്കണം എന്നാണ്. സാർ, യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അതുകൊണ്ടാണ് സാറിന്റെ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചത് പെൺകുട്ടികളുടെ. സാർ ആദ്യം മകളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും ട്ടാ. കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണേന്നറിയോ? മൊത്തം അലമ്പാടാ. എന്നിട്ട് നീ കിട്ടിയില്ലേ? ആ അനുഭവം കൊണ്ടാ ഞാൻ പറയണത്. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും ഷിജു. ഷിജുവേട്ടാ, അമ്മ സുഭാഷ് ചേട്ടനൊക്കെ പറയുന്നതിൽ കാര്യമില്ലേ? ഷിജുവേട്ടന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി തരും. ഞങ്ങളെ പോലത്തെ നല്ല ലൗലി കപ്പിൾ അല്ലേ സജിയേട്ടാ? ചായ വെച്ചില്ലേ? പോയിക്കൂടെ? എന്നാടാ പൂള ചായ കുടി. എന്ത് നല്ല ഭാര്യയാടാ നിനക്ക് കിട്ടി. തേങ്ങാക്കൊലേണു. ഇവിടെ ജോലിക്ക് വന്ന് ഇവളെ പ്രേമിച്ച് കെട്ടി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ബാക്കി ഭർത്താക്കന്മാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടൂലേ? എനിക്ക് ജോലിക്ക് വന്നാലും സ്വസ്ഥത കിട്ടൂല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തിനാ ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടുന്നത്, എനിക്ക് വീട്ടിലെങ്ങനെ എത്താൻ പോരെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയണ്, എന്തിനാ നല്ലൊരു ജോലി കളയണേന്ന്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. പറയൂല. ഇതൊക്കെ ഒരു ട്രിക്കാ. രക്തരക്ഷസുകളാടാ, നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിക്കാൻ പോകുന്ന രക്തരക്ഷസുകൾ. സജിയേട്ടാ, ഞാൻ പോവാണേ. സുഭാഷ് ചേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പോട്ടെ, നേരത്തെ വരില്ല സജിയേട്ടാ. ബൈ ഷിജുവേട്ടാ. കൊന്നേനെ പിശാശി. ഞാനും വരുന്നു. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നീ കൺവിൻസ്ഡ് ആവണല്ലേ? നീ എന്തെങ്കിലും ചെയ്, പോയി ചാവ്. ഫോട്ടോ ഉണ്ടേത്താ, ഞാൻ നോക്കാം. സുഭാഷ് ചേട്ടൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ആഹാ, ഈ മാട്രിമോണി നീ പൂട്ടിക്കോ. സുഭാഷ് ചേട്ടനുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ ഒരു അനിയനുണ്ട്. ഇതെന്തിനീ കൊടയുടെ പരസ്യത്തിന് ഫ്ലെക്സ് അടിക്കാനൊന്നുമല്ല. നടു നിർത്ത്. ഇനി ചിരിക്ക്. അത്രയും ചിരി വേണ്ട, 5 വല്ലതും മതി. ഇങ്ങനെ എടുത്തോ. എങ്ങനെയുണ്ടാ? എന്ത് ചെയ്തിട്ടൊരു മെന വന്നില്ലല്ലേ? മറി ഞാൻ കാണിച്ചുതരാം. കോടാ പിടിച്ചേ. ഫസ്റ്റ് പോസ്, സെക്കൻഡ് പോസ്, ഇത് കിട്ടണം. എടുത്തോ.
സുന്ദരാ വാ. തൂറ്റാംബ്ലാക്കൽ ഹൗസ്. ഈ തൂറ്റാംബ്ലാക്കിൽ വെക്കണോ? ഷിജു ഭക്തം പോരെ? ഈ തൂറ്റാംബ്ലാക്കൽ എന്നൊക്കെ പറഞ്ഞ തറവാട്ട് പേരാണ്, അതാണ് പ്രശ്നം. ഹൈറ്റ് 5'6". അതൊന്നും വേണ്ട, ഇതെന്താ തൂക്കി വെക്കാനാ? മറ്റേതാണ് ഹൈലൈറ്റ്, അതെഴുതാം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ മോചനം. അത് വേണം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹത്തിൽ. ആ നിന്റെ കാരണമല്ലല്ലോ. നോക്ക്, ഇതൊക്കെ എങ്ങനെയുണ്ട്? ദേ, ഇത് നോക്കാല്ലേ? ഇത് കൊള്ളാം. പൂജാ കൃഷ്ണൻ തൃശ്ശൂർക്കാരിയാ. ആ, കൊടുക്കട്ടെ? ആ അത് മതി. അടുത്തുള്ള ദേ, ദേ, ദേ. കൊടുത്തു. ഇതാ, അത് വേണ്ട. ആ, അത് എന്താന്ന് വെച്ചാ നല്ല ഭംഗിയുണ്ട് ആ കുട്ടിക്ക്. എന്നാ അത് കൊടുക്ക്. ഇതാ. ആ ഇത് തിരുവനന്തപുരം. ആ ഇതല്ലേ? ഇത് എനിക്ക് ഓക്കെയാണ്. നോക്കട്ടെ, നിന്റെ മുഖം നോക്കട്ടെ. ആ, ഇത് കാണാല്ലേ? ആ അത് കൊള്ളാം. ഒന്ന് വന്നേ എന്റെ മിനി. പോ. അതെ ചേട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്റെ സങ്കല്പത്തില് കുറച്ച് മുടിയൊക്കെയുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. കഷൻ, കൊടവേ. ഇതൊക്കെ തറവാടിയൊക്കെ ഉള്ള തറ. പെങ്കൊച്ച് തിരുവനന്തപുരം സേ ഹേ. നമ്മൾ തമ്മിൽ സെറ്റ് ആവൂലട്ടോ. എന്റെ വൈബ് വേറെ. ഇത് ഡിക്ലൈൻ ആയി. ഇവരെന്താ ഡിക്ലൈൻ ചെയ്ത് കളിക്കണം? എന്തായമ്മ? എന്താ? ഒന്നും ആയിട്ടില്ല. നീ പോലാട്ട് ഒരു സാധനം നിനക്ക് തരാൻ ഞാൻ മറന്നുപോയി. ആദ്യത്തെ 3 ആലോചന ഉണ്ടല്ലോ, അത് ഫ്രീ ആയിരുന്നു. ഇത് വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. അക്കൗണ്ട് എല്ലാം അതിലുണ്ട് കേട്ടാ. പയ്യന് കൃഷിയാണ്. നല്ല വല്ല ജോലിയുള്ള ആലോചനയായിട്ട് വന്നൂടെ? ഇതാണോ പയ്യന്റെ അച്ഛൻ? എന്റെ കരിയറിൽ ഇങ്ങനെ ഡിക്ലൈൻ ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, നമ്മൾ ഈ പാലക്കാട് പോയി കാണുന്ന പെണ്ണുണ്ടല്ലോ, മഹാലക്ഷ്മിയാണ്. പേരും മഹാലക്ഷ്മി എന്നാണ്. അമ്മേ, ഇവന്റെ അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ് ആദ്യത്തെ കല്യാണത്തിന്റെ കാര്യം മിണ്ടാ നിൽക്കരുതെന്ന്. അതല്ലേ മഹാലക്ഷ്മിക്ക് ഭയങ്കര ഫീലായി. അറിയാം, ടിക്കറ്റ് കിട്ടേ. ഇപ്പൊ വേണ്ട, പറയാം. സൂപ്പർ വട്ടയപ്പം കേട്ടോ. കുട്ടി ഉണ്ടാക്കിയതാ. ആഹാ. ഷിജിക്കുട്ടിന് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് അല്ലേടാ? ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ അല്ലേ? നീ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കവലയിൽ വെച്ച് പരിചയപ്പെടുത്തിയ ആ ടീച്ചറിന്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നല്ലേ? ആ ടീച്ചറെ ട്രാൻസ്ഫർ വാങ്ങി പോയി. ആ പിള്ളേരൊക്കെ ആകെ സങ്കടത്തിലാണ്. മടുത്തെനിക്ക്. ആ അമ്മ, ഇവിടൊക്കെ മാവ് പൂത്തല്ലോ. അതെ, ഫ്രാങ്കായിട്ട് പറഞ്ഞോണ്ട് ഒന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല. ചായ വെക്ക്. അതും വെച്ച് കോഴിക്കോട് സേ ഹേ. തന്നെയല്ല അമ്മ, ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഈ വീട്ടുകാർ തന്ന പോലെ നമുക്ക് വേറെ ഒരിടത്ത്. നിങ്ങളൊക്കെ തിന്നാൻ വേണ്ടിട്ടാണോ വരണേ? പെണ്ണിഷ്ടായിന്നാ? പെണ്ണിഷ്ടായി ആണല്ലേ? നമ്മളിന്നലെ കാസർഗോഡ് പോയപ്പോ കണ്ട പെണ്ണില്ലേ? ആ പെണ്ണ് വേറെ പയ്യനെ ഇഷ്ടമായി. ഓ കണ്ടോ, ഞാൻ പറഞ്ഞത് ഇവനെ കൊണ്ട് നടക്കൂല. ആദ്യത്തെ കിട്ടാൻ വേണ്ടി ഇത്ര പെടാപ്പാടൊന്നും പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ പോയില്ലേ? ശിശുക്കുട്ട, നീ പേടിക്കണ്ടോ. നിനക്ക് നല്ല 1-ാം തരം പെണ്ണ് ഞാൻ കണ്ടുപിടിച്ചു. എവിടെ നിന്ന്? ബോംബെന്ന്. ഇവന് ഹിന്ദി അറിയില്ലല്ലോ. ഞാൻ ഇനി ഇല്ല ഇങ്ങോട്ട്. ചുമ്മാ ഇത് ഓരോ വീട്ടിൽ കയറുക, പപ്പടവിടെ തന്നെ ലഡുവില്ല. ഇതെല്ലാം പരിപാടി. ഇനി ആ വാക്ക് വേണ്ടി പോരുത്. ഇവിടെ ഒരു മണ്ണാങ്കട്ടെ നടന്നിട്ടില്ലെന്നേ.